ഈ പരിശുദ്ധമായ റജബിൽ ഞങ്ങൾ അനുസ്മരിക്കുന്ന സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീനുൽ ജിസ്തിയിൽ അജ്മീരി. അന്ത സുൽത്താനുൽ ഹിന്ദ്, നിങ്ങൾ ഇന്ത്യയുടെ സുൽത്താനാണ്. ഇദ്ഹബ് ഇലൽ ഹിന്ദ്, അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് മദീനയിൽ നിന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടുത്തെ സുൽത്താനുൽ ഹിന്ദായി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് ഹിദായത്തിന്റെ സന്മാർഗം ലഭിക്കാൻ കാരണക്കാരായ മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹുവേ, അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുന്ന് നമ്മളൊക്കെ വഫാത്താ മരണപ്പെടുമ്പോ ആളുകൾ വന്ന് പൾസ് പിടിച്ചു നോക്കിയിട്ടല്ലേ മരണം സ്ഥിരീകരിക്കുന്നത്. അല്ലെങ്കിൽ അതെ, നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് നോക്കിയിട്ടാണ് മരണം സ്ഥിരീകരിക്കുന്നതെങ്കിൽ മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീനുൽ ജിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു വഫാത്തായത് എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ? അവിടുന്ന് ഇബാദത്തിലായി കൊണ്ടിരിക്കുമ്പോ, അവിടുന്ന് ഇബാദത്തിന് വേണ്ടി രാത്രി കയറി രാവിലെ കയറിയാൽ പാതിരാത്രിയാണ് അവിടുന്ന് ഇബാദത്തുകൾ കഴിഞ്ഞ് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരാറുള്ളത്. പക്ഷേ പാതിരാത്രി സമയം ഇബാദത്തിൽ മുഴുകിയ മഹാനായ ഖാജ ഗരീബ് നവാസ് സുൽത്താനുൽ ഹിന്ദ് അവര് പുറത്തേക്ക് വരുന്നത് കാണുന്നില്ല. ശിഷ്യന്മാരും വൃത്യന്മാരും അതാ മഹാനവറുകൾ അള്ളാഹുവിൽ ലയിച്ചു ചേർന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന പർണശാലയിലേക്ക് അഥവാ ചില്ലയിലേക്ക് കയറി നോക്കുമ്പോ മഹാനവറുകളുടെ നെറ്റിത്തടത്തിലെ ശിഷ്യന്മാരും അനുയായികളും എഴുതി വെച്ചതായി കാണുകയാണ്, അന്ത ഹബീബുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബാണ്. ആ ഹബീബായ നിങ്ങളെ അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുകയാണ് എന്ന് പറയുന്ന അറബി വാചകം അതാ മഹാനവറുകളുടെ നെറ്റിത്തടത്തിൽ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, അന്ത ഹബീബുല്ലാഹ് ഇൻതഖല ഇലാ ഹബീബില്ലാഹ്. അതെ, അല്ലാഹ് ഇലാ ഹുബ്ബില്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബായ നിങ്ങൾ അള്ളാഹുവിന്റെ ഹുബ്ബിലായി നിങ്ങൾ അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു എന്നാണ് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, ആ മഹാനവറുകളുടെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. സഹായം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്.